ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ പറയുക, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഒരിക്കൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ എൻ്റെ കർത്താവാകുന്നു. കാരണം ഈ ലോകത്തെ നമുക്ക് സഹായം എന്ന് പറയുവാൻ പലരുടെയും പേര് നമ്മളെ വിളിച്ചു പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ കൂട്ടുകാരനോ എൻ്റെ സഹായി ഒന്നും മാത്രം ഈ ഭൂമിയിൽ കാണുന്ന അതല്ല, എൻ്റെ കർത്താവാണ്, എൻ്റെ യജമാനൻ ദൈവമാകുന്നു. ആ കർത്താവ്, ഈ ദൈവം എൻ്റെ കർത്താവെന്ന് പറയുവാൻ തക്കവണ്ണം സ്തോത്രം, ദൈവം ദാസനെ സങ്കീർത്തനക്കാരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലൊക്കെ, 1-ാം നൂറ്റാണ്ടിലൊക്കെയും കൈസരെയും സ്തോത്രം അവരെ രാജ്യം ഭരിച്ചിരുന്ന നേതാക്കന്മാരെ സ്തോത്രം ജനം എന്തു പറയണം, അവരുടെ കർത്താവാണെന്ന് അവരെ ഏറ്റുപറയണമായിരുന്നു. രാജാക്കന്മാരെ കൈസരെയൊക്കെ അവരുടെ ദൈവമായിട്ട് അവരെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അത് അവരുടെ നാവ് കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ പറയാത്തവരൊക്കെയും അവരെ കൊല്ലുവാൻ സ്തോത്രം അവരെ ഭൂമിയിൽ നിന്ന് തുറത്തിയിരിക്കുവാനൊക്കെയും ഇടവന്നു. എന്നാൽ നോക്കിയ സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവ എൻ്റെ കർത്താവെന്ന്. കാരണം യഹോവയാണ് എൻ്റെ യജമാനൻ, യഹോവയാണ് എന്നെ പരിപാലിക്കുന്നവൻ, യഹോവയാണ് എനിക്ക് സകലതും നൽകുന്നവൻ, യഹോവയാണ് എന്നെ സഹായിക്കുന്നവൻ, എന്നെ ബലപ്പെടുന്നവൻ. അതുകൊണ്ട് താനിക്കൊരു മടിയുമില്ല. സ്തോത്രം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്തോത്രം താൻ വിളിച്ചു പറയാം, എന്റെ ദൈവം എന്റെ കർത്താവാകുന്നു. സ്തോത്രം, കർത്താവിന്റെ വാക്കിന്റെ അർത്ഥം, ലോറെന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, യജമാനൻ. സ്തോത്രം, നാം ദാസന്മാരായിരിക്കുമ്പോൾ, സ്തോത്രം ദാസനായിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കീഴെ ജോലി ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, സ്തോത്രം അവന്റെ ദാസന്മാരെ നമ്മൾ വിളിച്ചു വാവിളിച്ചപ്പോൾ നമ്മുടെ യജമാനൻ, നമ്മുടെ ദൈവമായ കർത്താവ്, ആ കർത്താവിനെ ഏറ്റുപറയാൻ പ്രിയം നാം ഒരിക്കലും മടിക്കരുത്. അതുകൊണ്ട് റോമാലേഖനത്തിൽ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ എന്താണ്, നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായിരുന്നു. നമ്മുടെ യേശുവിനെ നമ്മളെ വാ കൊണ്ട് ഏറ്റുപറയണം. എന്താണ്, എന്റെ കർത്താവാണ്, എന്റെ രക്ഷകനാണ്, എന്റെ പരിപാലനാണ്. ഈ കർത്താവ് ഒഴികെ, ഇവിടെ സങ്കീർത്തനം പറയാണ്, ഈ കർത്താവ് ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നമ്മുടെ കൂട്ടുകാരല്ല, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാരല്ല, നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഭക്തനെ സഹായിക്കുവാൻ അപ്പനും അമ്മയും ഇല്ലെങ്കിലും, സഹോദരന്മാരില്ലെങ്കിൽ, കൂട്ടുകാരും സ്നേഹിതരുമില്ലെങ്കിലും സ്തോത്രം ദൈവം അവനോട് കൂടെ ഉണ്ടെങ്കിൽ അവനെ പിടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവനോട് കൂടെയുണ്ട്. ഇവിടെ നോക്കിയേ, സ്തോത്രം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂമിയിലെ വിശ്വസന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. നോക്കിയേ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ വിശുദ്ധിയോട് വേർപാട് ദൈവത്തിനോട് നിൽക്കുന്ന ഏതു ഭക്തനെയും ദൈവം കാണുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാ. നോക്കിയ ഇന്ന് പകർച്ചമേ നമ്മുടെ കുടുംബ മഹിമയോ, നമ്മുടെ പണത്തിന്റെയോ ശക്തിയോ ജ്ഞാനത്തിന്റെ കഴിവല്ല, സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടുമുണ്ടെങ്കിൽ നാം ദൈവത്തിന് ശ്രേഷ്ഠന്മാരാണ്. സ്തോത്രം, ഇന്ന് ശ്രേഷ്ഠന്മാര് നമ്മുടെ ചുറ്റുപാടിൽ കാണാറുണ്ട്. സ്തോത്രം, അവർക്ക് സമ്പത്തുണ്ടായിരിക്കാം, അവർക്ക് ബുദ്ധി ഉണ്ടായിരിക്കാം, ജ്ഞാനമുണ്ടായിരിക്കാം, അവർക്ക് അധികാരമുണ്ടായിരിക്കാം. അവരിലേക്ക് ഭൂമിയുടെ പരപ്പിൽ ശ്രേഷ്ഠന്മാരായി നമ്മൾ കാണുമ്പോൾ നോക്കിയ നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ യജമാനായിരിക്കുന്ന കർത്താവ് ശ്രേഷ്ഠന്മാരെ നമ്മൾ എണ്ണുന്നത് നമ്മുടെ കുടുംബ മഹിമ നോക്കിയിട്ടല്ല, നമ്മുടെ സ്തോത്രം പണത്തിന്റെ സ്തോത്രം അത് നോക്കിയിട്ടല്ല, നമ്മുടെ ശക്തി നോക്കിയിട്ടല്ല, നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയും വേർപാടും ദൈവത്തോട് നിൽക്കുന്ന ആ കാഴ്ചപ്പാടും നോക്കിയിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെ ശ്രേഷ്ഠന്മാരായി മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠന്മാരാക്കി സ്വർഗം നമ്മളെ തീർക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. വായിക്കുന്നുണ്ട്, അന്യദേവനെ കൈക്കൊള്ളുന്ന വേദന വർദ്ധിക്കും, രക്തപാനീയങ്ങളെ ഞാൻ അർപ്പിക്കില്ല, അവിടെ നാമങ്ങളെ എടുക്കുകയില്ല. നോക്കി, അന്യദേവന്റെ നാമം നമ്മുടെ നാവിന്മേൽ എടുക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മളെ വായിക്കാം, പുറപ്പാട് പുസ്തകം 23:13. പുറപ്പാട് 23:13. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാത്തിനും സൂക്ഷ്മതയോടെ ഇരിക്കും, അന്യദൈവങ്ങളുടെ നാമം ചേർത്തിട്ടില്ല, അതിന്റെ കാര്യം കേൾക്കുന്നത്. മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അന്യദേവന്റെ നാമം
നിന്റെ നാവിന്മേൽ നീ കീർത്തിക്കരുത്, അത് നിന്റെ വായിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യരുത്. ഇവിടെ ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരു മുടിവെട്ടാൻ മുസ്ലിമിന്റെ കടയിൽ കയറി. അവിടെ മുടിവെട്ടുന്നവർ മൊത്തം മുസ്ലിങ്ങളാണ് കടയിൽ. അപ്പോൾ അവിടെ ഒരു കൊച്ചു പയ്യനുണ്ട്. ആ പയ്യനെ ഒരു ഹിന്ദുക്കടേൻ്റെ പാട്ട് പാടുകയോ അന്യദേവന്റെ നാമം ഉച്ചരിക്കുകയോ. അപ്പോൾ മുതിർന്ന അവൻ സാഹസിക്കാൻ തക്കവണ്ണം ഇവിടെയായിരുന്നു, നിനക്ക് അത് എടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്. ഒരു മുസ്ലിമാ നോയിക്കേ, ഒരു മുസ്ലിം തന്റെ സഹോദരൻ വേറെ ദേവന്റെ നാമം ഉച്ചരിച്ചപ്പോൾ അവൻ അവനെ ശാസിക്കുകയാണ്, ആ നാമം നീ വാ കൊണ്ട് ഉച്ചരിക്കുന്ന പറഞ്ഞ്. നോക്കിയേ, പൊതുജനത്തിന് മുമ്പിൽ തന്നെ അവർ പറയുക. നോക്കിയേ, ആ മുസ്ലിങ്ങൾ നോക്കിയേ എത്ര വിശുദ്ധിയോടാണ് ജീവിക്കുന്നത്. അതിനേക്കാൾ ഒക്കെയും എത്രയോ ശ്രേഷ്ഠനായ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഉള്ളപ്പോൾ, ആ ദൈവത്തെ നാം സേവിപ്പാൻ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ, നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മുടെ നാവിന്മേൽ അന്യദേവന്റെ നാമമോ അന്യദേവന്റെ സ്തോത്രം ഉച്ചാരണമോ വാരിരുന്ന് മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തപ്പോൾ വ്യക്തമായി പറയാണ്, നോക്കി അന്യദേവന്റെ നാമത്തെ നീ കീർത്തിക്കരുതെന്ന് പറഞ്ഞാൽ നീ അവനെ പുകഴ്ത്തരുത്, നീ അവന് മഹത്വം കൊടുക്കരുത്, സ്തോത്രം അവന്റെ നാമത്തെ നീ ഉയർത്തരുത്. നമ്മുടെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ദൈവത്തിനെ സ്തുതിയായിരിക്കണം. എപ്പോഴും എന്റെ നാവിന്മേൽ നിന്നെ സ്തുതി ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ നാമത്തെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി സ്ഥിരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ നാവിന്മേൽ സ്തോത്രം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്തോത്രം അന്യദേവന്റെ നാമം ഉയരുവാനോ അതിനെ പുകഴ്ത്തുവാനോ അതിനെ സ്തോത്രം ഒരക്ഷരം പോലും ഉച്ചരിപ്പാൻ ഇടവരാതോണം നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന നമ്മുടെ ദൈവമായിരിക്കുന്ന സൈനികരുടെ നാമമല്ലാതെ നാവിനെ ഉച്ചരിപ്പാൻ ഇടവരുത്. സ്തോത്രം അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അനേക സ്തോത്രം അന്യതയിലേക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഭയിലെ ദൈവദാസനും വിശ്വാസമൊക്കെയും BJP-യിലേക്ക് ചെരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്താലേ അവർക്ക് നിലനിൽപ്പുള്ളെന്ന് മനസ്സിൽ ആശ്രയിക്കുക. ഇവിടെ നമ്മളെയൊക്കെയും വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാരമുണ്ടെങ്കിലും ഏതൊക്കെ പ്രയാസമുണ്ടെങ്കിലും സ്തോത്രം വിടുവിക്കുവാൻ കഴിയും. ഇന്ന് പൈശാചിക മന്ത്രം അതിൻ്റെതായ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ ജനത്തെ വശീകരിച്ച് അവന്റെ വലയിലേക്ക് ആക്കി തീർക്കാമെന്ന്. ഇന്ന് പല സമയം നോക്കിയേ പലരും വിശ്വാസത്തെ യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു മനസ്സിലേക്ക് മറ്റുള്ള അതിലെ ആശയങ്ങളൊക്കെയും ആശ്രയിച്ച് അവിടെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് അവസാനത്തെ ആദ്യം എന്താണ്? അന്ത്യക്രിസ്തു വരുമ്പം ആദ്യം എല്ലാം ഇങ്ങനെ പറഞ്ഞു നിൽക്കും. അവസാനം 3.5 വർഷം കഴിയുമ്പോൾ പിന്നെന്താണ്? അവന്റെ തന്ത്രം അവൻ ഉപയോഗിക്കാൻ തുടങ്ങും. അതൊക്കെയാണ് ഈ ലോകം നടക്കാൻ പോകുന്നത്. ആദ്യമൊക്കെ നമ്മളെ വശീകരിച്ച് വാക്ക് പറഞ്ഞ് അത് കാണിച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വശീകരിച്ച് അവന്റെ വലയിലാക്കി തീർക്കും. 3.5 വർഷം കഴിയുമ്പോൾ അവന്റെ യഥാസ്ഥാനം എന്താണ്? യഥാർത്ഥ സ്വഭാവമാണ് വെളിയിലെടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടും. അതുകൊണ്ട് പ്രിയോളെ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ആ വചനത്തെ നമ്മളെ ഉയരുന്നയാൾ വിടുവിക്കുവാൻ നമ്മുടെ സർവശക്തനായ കഴിയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:10 വാക്യം വായിച്ചത്. വെളിപ്പാട് പുസ്തകം 3:10. കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെന്നും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാത്തു. കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഈ ഭൂമിയിലൊക്കെയും വരുവാനിരിക്കുന്ന കഷ്ടകാലത്തും പരീക്ഷ കാലത്തും ഞാൻ നിന്നെ കാത്തു പരിപാലിക്കും. സ്ത്രീയുടെ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരമുണ്ടെന്ന് ഏതൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാലും നീ സഹിഷ്ണുതയുള്ള ഈ ദൈവത്തിന്റെ വചനത്തോട് നിന്ന് കഴിഞ്ഞാൽ, ഈ വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ, ഈ ദൈവത്തിന് നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് ഭാരമായിക്കോട്ടെ ഏത് പ്രയാസമായിട്ട്
അതിൽ നിന്ന് വിടുവിക്കുവാൻ നീ ആശ്രയിക്കുന്ന ഈ വചനത്തിന്, നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവത്തിന് വചനം വ്യക്തമായി ശക്തമായി വിളിച്ചു പറയുമ്പോൾ നീ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യന്റെ ആശ്രയം വെക്കരുത്. ജീവിതത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിടുവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ യഹോവയ്ക്ക് വേണ്ടി നിന്ന ദൈവത്തോടെ കൂടെ നിന്ന യോസഫിന്റെ ജീവിതത്തിൽ യോസഫിനെ നോക്കിയാൽ സ്വന്തം സഹോദരന്മാര് അവനെ പൊട്ടക്കണ്ണിൽ എറിഞ്ഞു കളഞ്ഞു. 37 വായിക്കുമ്പോൾ അപ്പനവനെ അധികം സ്നേഹിച്ചത് കൊണ്ട് തന്റെ സഹോദരന്മാർ അവനെ പകയ്ക്കുവാൻ അധികം പകച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. ആദ്യം പകച്ചു, ഒരു നീലയങ്കിയുടെ കൊടുത്തപ്പോൾ പിതാവെ അധികം സ്നേഹിച്ചു കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ അധികം പകയ്ക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം. നമ്മൾ മുന്നോട്ടാണ് കാണുന്ന സ്തോത്രം 37, 39, 21, 23 ഒക്കെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം യോസഫ് ഒറ്റപ്പെട്ട് കാലത്ത് കിടക്കുമ്പോൾ സ്തോത്രം താനെ പലവിധമായ പേദോഷങ്ങള് ശബ്ദങ്ങൾ താൻ കേൾക്കുമ്പോഴും അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത്. വായിച്ച് 39:2 വായിച്ച്. നോക്ക്, താൻ അനുഭവിക്കുന്ന വേദനയ്ക്കും നടുവിലും ആരുണ്ട്? ദൈവം അവനോട് കൂടെ ഉണ്ട്. 37:2 വായിക്കും. 32 വായിച്ച്. നോക്കിയ യാക്കോബിന്റെ വംശപാരമ്പര്യം തുടങ്ങുന്നത് എവിടുന്നാ? യോസഫിന്റെ കഷ്ടകാലം തൊട്ടാ. യോസഫ് കഷ്ടത അനുഭവിച്ചോട്ടാണ് യാക്കോബിന്റെ വംശപാരം തുടങ്ങുന്നത്. കാരണം ഈ കഷ്ടത എന്താണ്? ഒരു വാസനയിൽ കാരണമായി. ഈ യോസഫിനെ അയച്ചത് കൊണ്ട് മിസ്രൈമിൽ കടന്നുപോയി താൻ കഷ്ടത അനുഭവിച്ചു. തലമുറയൊക്കെ അവിടെ കടന്നു വന്നു. ആ നോക്കിയ ഈ യാക്കോബിന്റെ തലമുറയെ ഒരു വലിയ രാഷ്ട്രമാക്കി തീർക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായിട്ടുണ്ട്. യോസഫിനെ സ്വന്തം സഹോദരന്മാർ പകച്ചതിന്റെ ഫലമായിട്ടാണ് താൻ അനുഭവിച്ച കഷ്ടത ഇരട്ടി പ്രതിഫലത്തിന് കാരണമായി തീർന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയുണ്ട്, നാം അനുഭവിക്കുന്ന ഒറ്റപ്പുണ്ട്, നാം ഇന്ന അപമാനമുണ്ട്, അതിനെ പിന്നെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവം നമ്മെ കഷ്ടത നടത്തിക്കൊണ്ടുപോകുമ്പോൾ നീ ദൈവത്തെ നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നെങ്കിൽ നീ കുലുങ്ങിപ്പോവാൻ ഇടവരത്തില്ല. യോസഫ് ദൈവത്തെ തന്റെ മുമ്പാകെ വെച്ചത് കൊണ്ട് താൻ കുലുങ്ങിപ്പോകാതെ 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം തന്നെ ബലപ്പെടുത്തി. സ്തോത്രം. നമ്മളെ മത്തായി സുവിശേഷം 8:21 നോക്കി. മത്തായി സുവിശേഷം 8:21. അവനൊരു കടലിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് കടല് തിരകളാൽ മുങ്ങുമാറായി. അവനെ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് നിന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവൻ ഉണർത്തി. അവരവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ജീവികളാകുവാനുണ്ട് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസപ്പോൾ വലിയ ശാന്തിയുണ്ടായി. കർത്താവ് പടകിലുള്ള പടകിലാണ് തിരമാലയും കൊടുങ്കാറ്റും അടിച്ചത്. നോക്ക്, അവിടെ ശിഷ്യന്മാര് പറയാൻ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? കർത്താവ് കൂടെ ഇരിക്കുമ്പോഴും അവരോടൊപ്പം കൂടെ ഇരിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ ആ പടകിന് നേരെയാണ് കാറ്റ് തിരമാല അടിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നത്. എന്നാൽ ശിഷ്യന്മാരുടെ ശബ്ദം കേട്ട് നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലെന്ന് കേട്ടിട്ട് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ, ആ കടലിനെ ശാസിക്കുവാൻ, അത് ശാന്തമായി സ്ഥിരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില തിരമാലകളും കൊടുങ്കാറ്റുമുണ്ട്. പലപ്പോഴും ഓർക്കും, കർത്താവ് നമ്മോട് കൂടെയില്ലയോ? കർത്താവിന്റെ നമ്മെ വിട്ടഴിഞ്ഞ് മാറിപ്പോയോ? സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതുപോലെ അവൻ നമ്മെ തള്ളിക്കളഞ്ഞോ? അവൻ നമ്മെ മറന്നു കളഞ്ഞോ? അവൻ നമ്മോട് സുഖ കാണിപ്പാൻ മറന്നിരിക്കുന്നതൊക്കെ സംഘക്കാരൻ പറഞ്ഞിട്ട് സ്തോത്രം പറയുവാണ്, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം. പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഭീരുക്കളാകുവാൻ
എന്തെന്ന് പറഞ്ഞ ശേഷമാണ് കാറ്റിനെ ശാസിച്ചത്. സ്തോത്രം. അപ്പോൾ സ്തോത്രം നമ്മുടെ വീരത്തെ മാറ്റുവാൻ, നമ്മളെ ഒന്ന് ധൈര്യമുള്ളവരാക്കി, നമ്മളെ ഒന്ന് വിശ്വാസമുള്ളവരാക്കി, നമ്മളെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഈ കൊടുങ്കാറ്റുകൾക്കും ഈ തിരമാലകൾക്കും നമുക്ക് കഴിയത്തുള്ളൂ. അതൊക്കെ അടിച്ചാൽ മാത്രമേ നമ്മളൊന്ന് എന്താണ് ആഴത്തിലേക്ക് വേറൊന്ന് കർത്താവിലേക്ക് ഇറക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഡോക്ടർമാർ പറയും നമ്മുടെ ശരീരത്തിലൊക്കെ പനി വരണമെന്ന. പനി വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കത്തുള്ളൂ. ഇങ്ങനെ കൂടെ കൂടെ പനി വരുമ്പോൾ നമ്മുടെ ശരീരം എന്താണ് പ്രതിരോധത്തിനുള്ള അതിനുള്ള എന്താണ് ഊർജ്ജം നമ്മളെ സംഗ്രഹിക്കുവാൻ, അത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റിൽ തിരമാല അടിക്കുമ്പോൾ നാം കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ ആഴത്തിലേക്ക് നമ്മുടെ വേരുകളെ ഒന്ന് ഓടിക്കുവാൻ, അവനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കറിയാം 90 സങ്കീർത്തനം 11 വാക്യമാണ്, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ വിടുവിക്കും, അവന്റെ നാമത്തെ അറിഞ്ഞിരിക്കാൻ ഞാൻ ഉയർത്തും. 91 സങ്കീർത്തനം. എത്രാം വാക്യത്? 14. നോക്കിയേ, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ വിടുവിക്കും. നോക്കിയേ, അവനോട് പറ്റിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ സ്തോത്രം എന്തൊക്കെ പ്രതികൂലമുണ്ടെങ്കിലും ഏതൊക്കെ സാഹചര്യമാണെങ്കിലും വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവമാനോട് കൂടെയുണ്ട്. സ്തോത്രം. അവനോട് പറ്റിയിരിക്കുന്നവർക്ക് മാത്രമേ ഈ ശത്രു എത്രം തോണ്ടിയിരിക്കത്തുള്ളൂ. സ്തോത്രം. ദേവദാസന്മാർ പറയുന്ന പോലെ ബലമുള്ള മാവിന് ഏറുള്ളൂ. ദൈവത്തോടെ കൂടുതൽ അടുത്തിരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടുന്നത്, വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ല, അതിലേക്ക് പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു ഭാരം കണ്ടൊരു പ്രയാസം കാണുന്നില്ല. ദൈവത്തോടെ കൂടുതൽ അടുക്കുവാനും പറ്റിയിരിക്കുവാനും ശ്രമിക്കാനുള്ള ജീവിതത്തിൽ എന്താണ് സ്തോത്രം പിശാച് എങ്ങനെ വലിച്ച് താഴെയിടുവാൻ വേണ്ടി ദൈവത്തിന് അകറ്റുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രിയമുള്ള സ്തോത്രം അവിടെയൊക്കെ ദൈവത്തിന്റെ പരിപാലനം കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയാലും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എന്താണ് ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് പോകത്തില്ല. ദൈവം നമ്മുടെ വലതുഭാഗത്തുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മുടെ വലതുഭാഗത്ത് അല്ലെങ്കിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്നവരും സ്ഥാനം കൊടുക്കുന്നവരും മനുഷ്യനും മൃഗന്മാരും സമ്പത്തിലും ബലത്തിലും ആശ്രയിക്കുന്ന അപ്പുറത്ത് നാം ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ദൈവസനി നാം കുലുങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. 110 സങ്കീർത്തനം 1 വാക്യം വായിക്കുമ്പോൾ ശത്രുക്കളെ വായിച്ച് 110 1 വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വലത് പാതവിടമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. വലതുഭാഗത്തിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ഏത് ശത്രുവാണെങ്കിലും നിനക്ക് നമ്മൾ വെല്ലുവിളിക്കുന്ന ഏത് അന്ധകാര മണ്ഡലമാണെങ്കിലും സ്വർഗ്ഗം അതിനെ കാൽക്കീഴിയാക്കി തരും. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് സ്തോത്രം സൈന്യത്താലും ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാം ദൈവത്തെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിലെ വിശുദ്ധിയോടെ ഭവം നിൽക്കുമ്പോൾ സ്തോത്രം നമുക്ക് എഴുന്നേൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ യാദ്യ പോരുകളെ ദൈവം തകർത്ത് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 46 സങ്കീർത്തനം 5 ഭാഗത്തിൽ വായിക്കുമ്പോൾ അവിടെ ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മുടെ മധ്യയുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് നാം പ്രഥമ സ്ഥാനം മുഖ്യസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ മറ്റുള്ളതിനേക്കാൾ ദൈവനാമത്തിന് വേണ്ടി നമ്മളെ ദൈവനാമത്തെ ഉയർത്തുവാൻ ആരാധനയ്ക്ക്, വചന ധ്യാനത്തിന്, പ്രാർത്ഥനയ്ക്ക്, കൂട്ടായ്മയ്ക്ക് നാം മുഖ്യസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, നീ കുലുങ്ങി പോകാൻ ദൈവം ഒരു കാലത്തും അനുവദിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ശക്തീകരിക്കും. നമുക്കറിയാം നെഹമ്യാവ് സ്തോത്രം ഇടിഞ്ഞുകളെ യെരൂശലേമിലെ മതിലെ പണിവാൻ തക്കവണ്ണം അവൻ ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പാതകളെ മുട്ടുമടക്കുകയും, എന്നാൽ തോബിയാസിന്റെയും സൽബത്തിന്റെയും ഭീഷണിക്ക് മുമ്പാകെ സ്തോത്രം താൻ മുട്ടുമടക്കാതെ സ്തോത്രം താൻ ആ പണിയിൽ മുന്നേറ്റം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കണം. ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന് വിരുദ്ധമായ ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളിയെ കൂട്ടാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് താൻ കാര്യം ചെയ്തുകൊണ്ട് യെരൂശലേമിലെ മതിൽ പണി ഭംഗിയായി
വിജയിപ്പാൻ തക്കണം. സ്തോത്രം നെഹമ്യാവിന്, അതോ സ്തോത്രം ദൈവഭക്തന്മാരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവത്തിന്റെ പാതവിടെ മുട്ടുമടക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിന്റെ പൈല് വെല്ലുവിളി നോക്കിയും സ്തോത്രം നീ ഭയപ്പെട്ട് പേടിച്ച് പിന്മാറി പോകരുത്. സ്തോത്രം നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈലാണെങ്കിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ കുലുങ്ങി പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്കും പറയാം, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ മുഖ്യ സ്ഥാനം എല്ലാത്തിനും അധികമായിട്ട് ദൈവത്തിന് ഞാൻ മുഖ്യ സ്ഥാനം കൊടുക്കും. അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കുവാൻ എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചന പുസ്തകം 17:7 വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യഹോവയാം യാഗൽ ശാശ്വതമായ ഒരു പാറകളിൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് ആശ്രയിപ്പാൻ മനുഷ്യരല്ല, നമ്മുടെ കൂട്ടുകാരല്ല, നമ്മുടെ സമ്പത്തോ ബലമല്ല. നമുക്ക് ആശ്രയിപ്പാൻ നമുക്ക് പാറയായിരിക്കുന്ന, ഓർക്കം കുലുങ്ങിപ്പോകാത്ത, ഓർക്കം താർന്നു പോകാത്ത, എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന കർത്താവെന്ന പാറയാകുന്നു. ആ പാറമേൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ വിടുവിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറായി. ഹല്ലേലൂയ.